ഓം ശാന്തി 9/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ഭാഗത്തേക്കുമുള്ള ആകർഷണങ്ങൾ ഇല്ലാതാകണം. കാരണം വീട്ടിൽ തിരികെ പോകണം. ബ്രാഹ്മണ കുലത്തിന്റെ പേര് മോശമാക്കുന്ന യാതൊരു വികർമ്മവും ഉണ്ടാകരുത്. ചോദ്യം: ബാബ ഏതു കുട്ടികളെ കണ്ടാണ് സന്തോഷിക്കുന്നത്? ഏതു കുട്ടികളാണ് ബാബയുടെ കണ്ണിൽ അലിഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഏതു കുട്ടികളാണോ വളരെ പേർക്ക് സുഖദായിയാകുന്നത്, സേവന തൽപരരാകുന്നത്, അവരെ കണ്ട് ബാബയും സന്തോഷിക്കുന്നു. ഏതു കുട്ടികളുടെ ബുദ്ധിയിലാണോ ഇങ്ങനെയുള്ളത്, ഒരേ ഒരു ബാബയോട് മാത്രം പറയും, ബാബയോട് മാത്രം സംസാരിക്കും, ഇങ്ങനെയുള്ള കുട്ടികൾ ബാബയുടെ കണ്ണിൽ അലിഞ്ഞിരിക്കുന്നു. ബാബ പറയുന്നു, എന്റെ സേവനം ചെയ്യുന്ന കുട്ടികൾ എനിക്ക് അതിപ്രിയരാണ്. അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ ഓർമ്മിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്കറിയാം, നമ്മൾ ഇരിക്കുന്നത് ബാബയുടെ സമീപത്താണ്. ആ ബാബ ടീച്ചറുടെ രൂപത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതേ ബാബ പതിത പാവനൻ, സദ്ഗതി ദാതാവുമാണ്, കൂടെ കൊണ്ടുപോകുന്നവനുമാണ്. വളരെ സഹജമായി വഴി പറഞ്ഞു തരികയും ചെയ്യുന്നു. പതീതത്തിൽ നിന്ന് പാവനമാകുന്നതിന് യാതൊരു പരിശ്രമവും നൽകുന്നില്ല. കറങ്ങി നടന്ന് വിദേശത്തോ എവിടെ പോകുകയാണെങ്കിലും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വീണ്ടും ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് നിശ്ചയം ചെയ്യൂ. ദേഹാഭിമാനം ഉപേക്ഷിച്ച് ആത്മ അഭിമാനി ആകൂ. ഞങ്ങൾ ആത്മാക്കളാണ്. പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി ശരീരം എടുക്കുന്നു. ഒരു ശരീരം ഉപയോഗിച്ച് പാർട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്ന് എടുക്കുന്നു. ചിലരുടേത് 100 വർഷം, ചിലർ 80 വർഷം, ചിലർ 2 വർഷം, ചിലർക്ക് 6 മാസം. ചിലരുടേത് ജനിക്കുമ്പോൾ തന്നെ അവസാനിക്കുന്നു. ചിലർ ജന്മമെടുക്കുന്നതിന് മുമ്പ് ഗർഭത്തിൽ വെച്ച് തന്നെ അവസാനിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള പുനർജന്മവും സത്യയുഗത്തിലെ പുനർജന്മവും രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ ഗർഭത്തിലൂടെ ജന്മമെടുക്കുന്നതിനാൽ ഇതിനെ ഗർഭജയിൽ എന്ന് പറയുന്നു. സത്യയുഗത്തിൽ ഗർഭജയിൽ ഉണ്ടാകില്ല. അവിടെ വികർമ്മമേ ഉണ്ടാകില്ല. രാവണ രാജ്യം തന്നെ ഇല്ല. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. പരിധിയില്ലാത്ത അച്ഛനിരുന്ന് ഈ ശരീരത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. ഈ ശരീരത്തിന്റെ ആത്മാവും കേൾക്കുന്നു. സ്വന്തം ശരീരമില്ലാത്ത ജ്ഞാനസാഗരനായ ബാബയാണ് കേൾപ്പിക്കുന്നത്. ബാബ എപ്പോഴും ശിവൻ എന്നാണ് അറിയപ്പെടുന്നത്. ബാബ പുനർജന്മരഹിതൻ എന്നതുപോലെ തന്നെ നാമരൂപരഹിതനും ആണ് എന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്. ആ ബാബയെ സദാശിവൻ എന്ന് പറയുന്നു. സദാകാലത്തേക്ക് ശിവം, അതായത് നശിക്കാത്തത് തന്നെയാണ്. ദേഹത്തിന് പേരൊന്നുമില്ല. ഇദ്ദേഹത്തിൽ പ്രവേശിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പേരിൽ വരുന്നില്ല. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. അവർ പരിധിയുള്ള സന്യാസിമാരാണ്. അവരുടെയും പേര് അറിയപ്പെടാറുണ്ട്. നിങ്ങൾക്കും ബാബ എത്ര നല്ല നല്ല പേരാണ് വെച്ചിരിക്കുന്നത്. ഡ്രാമയനുസരിച്ച് ആർക്കാണോ പേര് നൽകിയിട്ടുള്ളത് അത് പാടപ്പെടുന്നു. ബാബ മനസ്സിലാക്കിയിരുന്നത് എന്റേതായി എങ്കിൽ തീർച്ചയായും സ്ഥിരമായിരിക്കും എന്നാണ്. ബാബയെ വിട്ടുപോകില്ല. എന്നാൽ വിട്ടുപോവുകയാണെങ്കിൽ നൽകിയ പേര് വെക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? സന്യാസിമാരും വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ പഴയ പേരും പോകുന്നു. വീട്ടിലേക്ക് മടങ്ങി വരികയല്ലേ? സന്യാസിമാരായാൽ അവർക്ക് മിത്രസംബന്ധികളെയും മറ്റും ഓർമ്മ വരില്ല എന്നില്ല.
ചിലർക്ക് എല്ലാ മിത്ര സംബന്ധികളുടെയും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. മോഹത്തിൽ കുടുങ്ങി മരിച്ചു പോകും. ഞരമ്പ് ചേർന്നിരിക്കും. ചിലർക്ക് പെട്ടെന്ന് കണക്ഷൻ മുറിഞ്ഞു പോകും. പൊട്ടിക്കുക തന്നെ വേണം. ബാബ മനസ്സിലാക്കി തന്നിരിക്കുന്നു, ഇപ്പോൾ തിരികെ പോകണം. ബാബ സ്വയം ഇരുന്ന് പറഞ്ഞു തരുന്നു. രാവിലെയും ബാബ പറഞ്ഞു തന്നില്ലേ? കണ്ട് കണ്ട് മനസ്സിൽ സുഖം നിറയുകയാണ്. എന്തുകൊണ്ട്? കണ്ണുകളിൽ കുട്ടികൾ അലിഞ്ഞിരിക്കുന്നു. ആത്മാവ് പ്രകാശം തന്നെയാണ്. ബാബയ്ക്കും കുട്ടികളെ കണ്ട് സന്തോഷം തോന്നുന്നു. ചിലർ വളരെ നല്ല കുട്ടികളായിരിക്കും, സെന്റർ നടത്തുന്നു. മറ്റു ചില ബ്രാഹ്മണർ വീണ്ടും വികാരത്തിൽ പോകുന്നു. അവർ ആജ്ഞാകാരികളല്ലാതാകുന്നു. അതിനാൽ ഈ ബാബയും സേവന തൽപരരായ കുട്ടികളെ കണ്ട് ഹർഷിതനാകുന്നു. പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, ഇവർ കുലകലങ്കിതരായി. ബ്രാഹ്മണ കുലത്തിന്റെ പേര് മോശമാക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. അവരെയും പകുതി കുലകളങ്കിതർ എന്നു പറയും. അതിൽ നിന്ന് പിന്നീട് മുഴുവനായി തീരുന്നു. ബാബ, ഞങ്ങൾ വീണുപോയി, ഞങ്ങൾ മുഖം കറുപ്പിച്ചു എന്നെഴുതുന്നു. മായ വഞ്ചിച്ചു. മായയുടെ കൊടുങ്കാറ്റ് വളരെ വരുന്നു. ബാബ പറയുന്നു, കാമകഠാരി ചലിപ്പിച്ചു എങ്കിൽ അത് പരസ്പരം ദുഃഖം നൽകലാണ്. അതിനാൽ പ്രതിജ്ഞ ചെയ്യിക്കുന്നു, രക്തം കൊണ്ട് വലിയ കത്തെഴുതുന്നു. ഇന്ന് അവരില്ല. ബാബ പറയുന്നു, ഓഹോ മായ, നീ വളരെ സമർത്ഥയാണല്ലോ. രക്തം കൊണ്ട് എഴുതിയ കുട്ടികളെ പോലും നീ വിഴുങ്ങിയല്ലോ. ഏതുപോലെ ബാബ സമർത്ഥനാണോ അതുപോലെ മായയും സമർത്ഥയാണ്. പകുതി കൽപ്പം ബാബയുടെ സമ്പത്ത് ലഭിക്കുന്നു. പിന്നീട് പകുതി കൽപ്പം മായ ആ സമർത്ഥത നഷ്ടപ്പെടുത്തുന്നു. ഇത് ഭാരതത്തിന്റെ കാര്യമാണ്. ദേവീ ദേവതാ ധർമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ് പവിത്രതയിൽ നിന്നും അപവിത്രരാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ലക്ഷ്മി നാരായണന്റെ അമ്പലത്തിൽ പോകും. നിങ്ങൾ അത്ഭുതപ്പെടും, ഞങ്ങൾ ഈ കുടുംബത്തിലേതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാവും ബാബയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പ് നിങ്ങൾ അവിടെയും ഇവിടെയുമെല്ലാം തലയിട്ടടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ജ്ഞാനമുണ്ട്. ഓരോരുത്തരുടെ 84 ജന്മത്തിന്റെ ജീവചരിത്രവും നിങ്ങൾക്കറിയാം. ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ സദാ ഹർഷിതരായിരിക്കൂ. ഇവിടെയുള്ള ഹർഷിത സംസ്കാരമാണ് പിന്നീട് കൂടെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എന്തായിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. പരിധിയില്ലാത്ത അച്ഛൻ നമുക്ക് ഈ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണൻ എവിടെ പോയി എന്ന് അറിയാവുന്ന ഒരാൾ പോലും ഉണ്ടാകില്ല. എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ പോയി എന്ന് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ബുദ്ധി ഉപയോഗിച്ച് ചെക്ക് ചെയ്യൂ. ഭക്തി മാർഗത്തിൽ നിങ്ങൾ വേദശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നു. നിങ്ങൾ ചെക്ക് ചെയ്യൂ, ഭക്തിയാണോ ശരി അതോ നമ്മളാണോ ശരി എന്ന്. ബാബ രാമൻ ആണ് സത്യം, രാവണൻ അസത്യമാണ്. ഓരോ കാര്യത്തിനും അസത്യം പറയുന്നു. ഇത് ജ്ഞാനത്തിന്റെ കാര്യങ്ങൾക്കാണ് പറയുന്നത്. മുമ്പ് ഞങ്ങളെല്ലാം അസത്യം പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ദാനപുണ്യങ്ങളെല്ലാം ചെയ്തിട്ടും പടി ഇറങ്ങി തന്നെ വന്നു. നിങ്ങൾ ആത്മാക്കൾക്കാണ് ജ്ഞാനം നൽകുന്നത്. പാപാത്മാക്കൾ പാപാത്മാക്കൾക്ക് നൽകുമ്പോൾ എങ്ങനെയാണ് പുണ്യാത്മാവാകുക? അവിടെ ആത്മാക്കളുടെ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നില്ല. ഇവിടെ 1,00,000 രൂപയുടെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രാവണ രാജ്യത്ത് ഓരോ ചുവടിലും മനുഷ്യർക്ക് ദുഃഖമാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. നിങ്ങളുടെ ഓരോ ചുവടിലും ഭാഗ്യമാണ്.
ദേവതമാർ എങ്ങനെയാണ് പദമാപദം ഭാഗ്യശാലി ആയത്? ഇതാർക്കും അറിയില്ല. സ്വർഗം തീർച്ചയായും ഉണ്ടാകും, അടയാളമുണ്ട്. എന്നാൽ അടുത്ത ജന്മം ഏത് രാജ്യം ലഭിക്കും, എന്ത് കർമ്മം ചെയ്യും എന്നൊന്നും അറിയില്ല. അത് പുതിയ സൃഷ്ടിയാണ്. അനാവശ്യ ചിന്തകൾ ഉണ്ടാകുന്നേ ഇല്ല. അതിനെ സുഖധാമം എന്നാണ് പറയുന്നത്. 5000 വർഷത്തെ കാര്യമാണ്. നിങ്ങൾ സുഖത്തിനു വേണ്ടി, പാവനമാകുന്നതിനു വേണ്ടി പഠിക്കുന്നു. ധാരാളം യുക്തികൾ നൽകുന്നു. ബാബ എത്ര നന്നായി മനസ്സിലാക്കി തരുന്നു. ശാന്തിധാം ആത്മാക്കൾക്ക് വസിക്കുന്നതിനുള്ള സ്ഥാനമാണ്. അതിനെ സ്വീറ്റ് ഹോം എന്ന് പറയുന്നു. വിദേശത്തു നിന്ന് വരുമ്പോൾ ഞാൻ എന്റെ സ്വീറ്റ് ഹോമിൽ എത്തി എന്ന് വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വീറ്റ് ഹോമാണ് ശാന്തിധാം. ബാബയും ശാന്തിയുടെ സാഗരനല്ലേ? ബാബയുടെ പാർട്ട് അന്തിമത്തിലാണ്. അതിനാൽ എത്ര സമയം ശാന്തിയിൽ ഇരിക്കുന്നു? ബാബയ്ക്ക് വളരെ കുറച്ചു പാർട്ടാണ് എന്ന് പറയാറുണ്ട്. ഈ ഡ്രാമയിൽ നിങ്ങൾക്കാണ് ഹീറോ ഹീറോയിന്റെ പാർട്ട്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരി ആകുന്നു. ഈ ലഹരി ഒരിക്കലും മറ്റാർക്കും ഉണ്ടാകുന്നില്ല. മറ്റാരുടെ ഭാഗ്യത്തിലും സ്വർഗത്തിന്റെ സുഖം തന്നെയില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഏതു കുട്ടികളാണോ ബാബ ഞങ്ങൾ അങ്ങയോട് തന്നെ സംസാരിക്കും, അങ്ങയോട് തന്നെ പറയും എന്ന് പറയുന്നത്, ബാബയും പറയുന്നു എനിക്ക് നിങ്ങൾ കുട്ടികളെ കണ്ട് വളരെ സന്തോഷമാകുന്നു. ഞാൻ 5000 വർഷത്തിന് ശേഷം വരുന്നു കുട്ടികളെ ദുഃഖധാമിൽ നിന്ന് സുഖധാമിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി. കാരണം കാമചിതയിൽ ഇരുന്നിരുന്ന് കത്തി ഭസ്മമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവരെ ശ്മശാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ആത്മാക്കളെല്ലാം ഹാജരല്ലേ? അവരെ പവിത്രമാക്കണം. ബാബ പറയുന്നു കുട്ടികളെ ബുദ്ധി കൊണ്ട് ഒരു സദ്ഗുരുവിനെ ഓർമ്മിക്കൂ, മറ്റെല്ലാം മറക്കൂ. ഒരേ ഒരു ബാബയുമായി ബന്ധുത്വം വയ്ക്കണം. അങ്ങ് വരികയാണെങ്കിൽ അങ്ങല്ലാതെ മറ്റാരുമുണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അങ്ങയുടെ മതമനുസരിച്ച് തന്നെ നടക്കും, ശ്രേഷ്ഠരാകും. ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പാടാറുമുണ്ട്. ആ ഭഗവാന്റെ മതവും ഉയർന്നതിലും ഉയർന്നതാണ്. ബാബ സ്വയം പറയുന്നു നിങ്ങൾക്കിപ്പോൾ നൽകുന്ന ഈ ജ്ഞാനം പിന്നീട് മറക്കും. ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങൾ പരമ്പരയായി ഉണ്ടാകുന്നു. രാവണനും വരുന്നു എന്ന് പറയാറുണ്ട്. രാവണനെ എന്തിന് കത്തിക്കുന്നു, എപ്പോൾ മുതൽ കത്തിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കൂ. ഒന്നും അറിയില്ല. അറിയാത്തത് കാരണം എത്ര ഷോ കാണിക്കുന്നു. ധാരാളം സന്ദർശകരെയും മറ്റും വിളിക്കുന്നു. രാവണനെ കത്തിക്കുന്നത് ആഘോഷമാക്കുന്നു. രാവണനെ എപ്പോൾ മുതൽ ഉണ്ടാക്കി വരുന്നു എന്നറിയുന്നില്ല. ദിനം പ്രതി വലുത് വലുത് ഉണ്ടാക്കി വരുന്നു. ഇത് പരമ്പരയായി നടന്നു വരുന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെ ഉണ്ടാകില്ല. അവസാനം രാവണനെ ഏതുവരെ കത്തിച്ചുകൊണ്ടിരിക്കും? ബാക്കി അല്പസമയമേ ഉള്ളൂ. പിന്നീട് ഇവരുടെ രാജ്യമേ ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്കറിയാം. ബാബ പറയുന്നു ഈ രാവണൻ ഏറ്റവും വലിയ ശത്രുവാണ്. ഇതിനെ ജയിക്കണം. ആളുകളുടെ ബുദ്ധിയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ഡ്രാമയിൽ ഓരോ സെക്കൻഡിലും എന്തെല്ലാം സംഭവിക്കുന്നുവോ അവയെല്ലാം ബന്ധിതമാണ് എന്ന് നിങ്ങൾക്കറിയാം. ആഴ്ച, തീയതി എന്നീ എല്ലാ കണക്കുകളും നിങ്ങൾക്കറിയാം. എത്ര മണിക്കൂർ, എത്ര വർഷം, എത്ര മാസം ഞങ്ങളുടെ പാർട്ട് നടക്കുന്നു എന്ന്. ഈ ജ്ഞാനം മുഴുവനും ബുദ്ധിയിൽ ഉണ്ടാകണം. ബാബ നമുക്കിത് മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു ഞാൻ പതീത പാവനനാണ്, നിങ്ങൾ എന്നെ വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുന്നു. ശാന്തിധാമും സുഖധാമവും പവിത്ര ലോകമാണ്. ഇപ്പോൾ എല്ലാം പതീതമാണ്.
എപ്പോഴും ബാബ ബാബ എന്ന് വിളിച്ചുകൊണ്ടിരിക്കൂ. ഇത് മറക്കരുത്. എങ്കിലെപ്പോഴും ബാബയുടെ ശിവബാബയുടെ ഓർമ്മയുണ്ടാകും. ഇത് നമ്മുടെ ബാബയാണ്. മുഖ്യമായ കാര്യം ഇത് പരിധിയില്ലാത്ത ബാബയാണ് എന്നതാണ്. ബാബ എന്ന് പറയുന്നതിലൂടെ തന്നെ സമ്പത്തിന്റെ സന്തോഷം വരുന്നു. വെറുതെ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നതിലൂടെ ഒരിക്കലും ഇങ്ങനെയുള്ള വിചാരം വരില്ല. എല്ലാവരോടും പറയൂ, പരിധിയില്ലാത്ത അച്ഛൻ ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കി തരുന്നു. ഇത് ബാബയുടെ രഥമാണ്. ഇദ്ദേഹത്തിലൂടെ ഞാൻ നിങ്ങൾ കുട്ടികളെ ഇങ്ങനെയാക്കും എന്ന് പറയുന്നു. ബാഡ്ജിൽ മുഴുവൻ ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നുണ്ട്. അന്തിമത്തിൽ ശാന്തിധാം സുഖധാം എന്ന ഓർമ്മയുണ്ടാകും. ദുഃഖധാമിനെ മറക്കും. പിന്നീട് നമ്പർ ക്രമത്തിൽ അവരവരുടെ സമയത്ത് വരും. ഇസ്ലാം മതസ്ഥരും ബൗദ്ധരും ക്രിസ്തുമതക്കാരും തുടങ്ങി എത്ര കൂട്ടമാണ്. അനേക ഭാഷകളുണ്ട്. ആദ്യം ഒരു ധർമ്മം മാത്രം, പിന്നീട് അതിൽ നിന്ന് എത്ര വരുന്നു. എത്ര യുദ്ധങ്ങളും മറ്റും ഉണ്ടാകുന്നു. എല്ലാവരും യുദ്ധം ചെയ്യുന്നു. കാരണം നിർധനരായില്ലേ. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഏത് രാജ്യം നൽകുന്നുവോ അതൊരിക്കലും നിങ്ങളിൽ നിന്നും ആർക്കും തട്ടിയെടുക്കുക സാധ്യമല്ല. ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. അതാർക്കും തട്ടിയെടുക്കുക സാധ്യമല്ല. ഇതിൽ അഖണ്ഡമായി ദൃഢമായി നിശ്ചലരായി നിൽക്കണം. മായയുടെ കൊടുങ്കാറ്റ് തീർച്ചയായും വരും. ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ എല്ലാം അനുഭവിക്കും. അസുഖങ്ങളും മറ്റും എന്നേക്കുമായി അവസാനിക്കണം. അതിനാൽ കർമ്മക്കണക്കുകൾ, അസുഖങ്ങൾ എന്നിവ കൂടുതൽ വരികയാണെങ്കിൽ ഭയപ്പെടരുത്. ഇവയെല്ലാം അന്തിമത്തിലാണ്, പിന്നീട് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എല്ലാവരും വിഷമം അനുഭവിക്കും. വൃദ്ധരെ പോലും മായ യുവാക്കളാക്കുന്നു. മനുഷ്യർ വാനപ്രസ്ഥം അനുഭവിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ ഉണ്ടാകുന്നില്ല. സന്യാസിമാരും കാട്ടിൽ പോകുന്നു. അവിടെയും സ്ത്രീകൾ ഉണ്ടാകുന്നില്ല. ആരുടെ നേരെയും നോക്കുക പോലുമില്ല. ഭിക്ഷ വാങ്ങിപ്പോകും. മുമ്പൊന്നും സ്ത്രീകളുടെ നേരെ നോക്കുക പോലും ചെയ്തിരുന്നില്ല. ബുദ്ധിയും തീർച്ചയായും അവരുടെ നേരെ പോകും എന്ന് വിചാരിക്കുന്നു. സഹോദരീ സഹോദരന്റെ നേരെയും ബുദ്ധി തിരിയും. അതിനാൽ ബാബ പറയുന്നു, സഹോദരൻ എന്ന് മനസ്സിലാക്കൂ. ശരീരത്തിന്റെ പേര് പോലുമില്ല. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. പരിപൂർണമായും കൊടുമുടി കയറണം. രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഇതിന് വളരെ പരിശ്രമം ആവശ്യമാണ്. ഞങ്ങൾ ലക്ഷ്മി നാരായണന്മാരാകുന്നു എന്ന് പറയുന്നു. ബാബ പറയുന്നു, ആകൂ, ശ്രീമതമനുസരിച്ച് നടക്കൂ. മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും തന്നെ ചെയ്യരുത്. നാശങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജ്ഞാനത്തിൽ വന്നതുകൊണ്ട് പാപ്പരായി എന്നല്ല, ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നതിന്. വളരെ നന്നായി സേവനം ചെയ്തു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ബാബയെ വിട്ടുപോയി. മായ വളരെ സമർത്ഥയാണ്. വളരെ നല്ലവർ പോലും വീണുപോകുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു, എന്റെ സേവനം ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. വളരെ പേരെ സുഖദായികളാക്കുന്ന കുട്ടികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരുടെയും നാമരൂപങ്ങളിൽപ്പെട്ട് കുലകളങ്കിതരാകരുത്. മായയുടെ ചതിയിൽപ്പെട്ട് പരസ്പരം ദുഃഖം നൽകരുത്. ബാബയിൽ നിന്ന് സമ്പന്നതയുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കണം. 2. സദാ ഹർഷിതമായി ഇരിക്കുന്നതിന്റെ സംസ്കാരം ഇവിടെ നിന്ന് തന്നെ നിറയ്ക്കണം.
പാപാത്മാക്കളുമായി യാതൊരു കൊടുക്കൽ വാങ്ങലും നടത്തരുത്. അസുഖങ്ങൾ എന്നിവയിൽ ഭയക്കരുത്. ഈ കണക്കുകൾ ഇപ്പോൾ തന്നെ തീർക്കണം. വരദാനം: വിൽ പവറിലൂടെ സെക്കൻഡിൽ വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അശരീരിയായി ഭവിക്കൂ. സെക്കൻഡിൽ അശരീരി ആകുന്നതിന്റെ അടിത്തറ ഈ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയാണ്. ഈ വൈരാഗ്യം ഇങ്ങനെയുള്ള യോഗ്യമായ ഭൂമിയാണ്. അതിൽ എന്ത് വിതച്ചാലും അതിന്റെ ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള വിൽ പവർ ഉണ്ട് എന്ന് സങ്കൽപ്പിച്ചോ, വ്യർത്ഥം സമാപ്തം. അപ്പോൾ സെക്കൻഡിൽ സമാപ്തമാകും. എപ്പോൾ ആഗ്രഹിക്കുന്നോ, എവിടെ ആഗ്രഹിക്കുന്നോ, ഏത് സ്ഥിതിയിൽ ആഗ്രഹിക്കുന്നോ സെറ്റ് ചെയ്യൂ. സേവനം പോലും ആകർഷിക്കരുത്. സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് വരണം. അപ്പോൾ സഹജമായും അശരീരിയാകും. സ്ലോഗൻ: ബാബയ്ക്ക് സമാനമാകണമെങ്കിൽ തകർന്നത് നിർമ്മിക്കുന്നവരാകൂ. ഓം ശാന്തി.